മൊട്ടമാഷിന്റെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മാത്സ് ആണ്. അതിനൊരു കാരണമുണ്ട്. പഠിക്കണ കാലത്ത് നമുക്കും ഇഷ്ടം കളിക്കാനാണല്ലോ. മാത്സ് ആവുമ്പോ എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടാവും എന്നുള്ളത് അവർക്കറിയാം. എന്നാൽ അവർ കളിച്ചോണ്ട് പഠിക്കുകയാണെന്നുള്ളത് അവര് പോലും അറിയണില്ല എന്നതാണ് ഇതിന്റെ സത്യം. കഴിഞ്ഞ ക്ലാസ്സിൽ മൊട്ടമാഷിന്റെ മക്കളോട് മലയാളത്തിലെ പഠന പ്രവർത്തനം ഓല കൊണ്ടൊരു കളിപ്പാട്ടം നിർമ്മിക്കാൻ പറഞ്ഞു. സാധാരണ എല്ലാ കുട്ടികളും കൊണ്ടുവന്ന സാധനം അതേപോലെ വീട്ടിലേക്ക് കൊണ്ടുപോല പതിവ്. എന്നാ പിന്നെ അതിനൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഞാനും ചിന്തിച്ചു. അങ്ങനെ മൊട്ടമാഷിന്റെ ക്ലാസ് ഒരു ചോട്ടാ ബസാറാക്കി. കുട്ടികൾ കൊണ്ടുവന്ന സാധനങ്ങൾക്കെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിലയിടാൻ പറഞ്ഞു. 1ാം ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് 20 വരെ എണ്ണാറിയുള്ളൂ. എങ്കിലും 10ന്റെ ഗുണനങ്ങൾ ഒട്ടുമിക്ക കുട്ടികൾക്കും അറിയാം. എല്ലാ കുട്ടികൾക്കും മൊട്ടമാഷ് 100 രൂപ വെച്ച് കൊടുത്തു. ഈ ക്യാഷ് വെച്ച് കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് വാങ്ങുകയും അവരെ പ്രൊഡക്റ്റ് വിൽക്കുകയും വേണം. അങ്ങനെ ചോട്ടാ ബസാർ ഓപ്പൺ ആയി. 20 മിനിറ്റിനുള്ളിൽ കുറഞ്ഞ പണം കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങി ഏറ്റവും കൂടുതൽ പണം കയ്യിലുള്ള ആള് വിജയിക്കും. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി പൈസ കഴിഞ്ഞപ്പോ കടം ചോദിക്കാൻ വരുന്ന രംഗാണ് നിങ്ങളീ കാണുന്നത്. പണം എനിക്കൊരു പ്രശ്നമല്ല. കടം വാങ്ങിയ പൈസ ഞാൻ പറ്റിലെഴുതിക്കണമെന്ന് പറഞ്ഞ് ഇന്നത്തെ വിജയികളെ ഞാൻ തെരഞ്ഞെടുത്തു. ഇവരൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വീണ്ടും 1ാം ക്ലാസ്സിലേക്ക് പോകാൻ പൂതിയാവണ്. അപ്പൊ ഓക്കെ, മൊട്ട സലാം.